കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 44 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഏതൊരു ക്രിസ്ത്യാനിയിലും നിക്ഷിപ്തമായിരിക്കുന്ന 3 കടമകളാണ് ഇന്നത്തെ വായനകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ദൗത്യമായിട്ട് നമ്മൾ എടുക്കരുത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടതായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സുവിശേഷം കേൾക്കണം. റോമാലേഖനം 10-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കാതെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കേൾക്കാതെ ഒരു വ്യക്തിയെ അറിയാൻ പറ്റത്തില്ല. അറിയാതെ അവരിൽ വിശ്വാസമർപ്പിച്ച് അവരെ വിളിച്ചപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇവയ്ക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവവചനം കേൾക്കണം, ദൈവവചനം വായിക്കണം, സുവിശേഷം നമ്മൾ അറിയണം. അത് നമ്മുടെ ആവശ്യമാണ്. അതില്ലാതെ രക്ഷപ്രാപിക്കാൻ പറ്റില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, സുവിശേഷം വിശ്വസിക്കണം. നമ്മൾ എത്ര ബൈബിൾ വായിച്ചാലും എത്രമാത്രം നമ്മൾ വചനം കേട്ടാലും വിശ്വസിക്കാതെ അതിൻ്റെ ഫലം ഉണ്ടാകത്തില്ല. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർക്കെന്നതുപോലെയാണ് നമുക്ക് വചനം ലഭിച്ചത്, പക്ഷെ അവർക്ക് പ്രയോജനപ്പെട്ടില്ല. അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത്, അവരത് വിശ്വസിച്ചില്ല. വേണേ ഒരു പ്രസംഗം നടക്കുമ്പം എല്ലാവരും ഇരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഫലം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഒരാൾ നല്ല ആഴമായിട്ട് അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് ജീവിക്കാനുള്ള പ്രയത്നം നടത്തി അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള സൽഫലം ഉണ്ടാവും. മറ്റൊരാൾ അത്രയ്ക്ക് താല്പര്യം കാണിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാകുകയോ അത് വിശ്വസിക്കാനുള്ള ഒരു മനസ്സ് വരികയോ ചെയ്തില്ല, അവരുടെ ജീവിതത്തിൽ അത് ഫലമണിയണമെന്നില്ല. കൃത്യമായിട്ട് കർത്താവ് വചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഫലപ്രദമായില്ല, കാരണം അവരത് വിശ്വസിച്ചില്ല. നമ്മൾ ഒരുപാട് കേൾക്കുന്നതിലല്ല, ഒരുപാട് ബൈബിൾ വായിക്കുന്നതിലല്ല, വായിച്ചതും കേട്ടതും ഒക്കെ എത്രമാത്രം ജീവിച്ച് അത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, അതാണ് നമ്മൾ കേട്ട സുവിശേഷം പ്രചരിപ്പിക്കണം എന്നുള്ളത്. പ്രചരിപ്പിക്കാനുള്ളൊരു കടമ നമുക്കുണ്ട്. നമ്മളെല്ലാവരും ഒരുപക്ഷെ മൈക്കിൽ കൂടെ പ്രസംഗിക്കാനുള്ള വാക്ചാതുര്യോ അങ്ങനെയുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരിക്കാം, അത് വേണമെന്നില്ല. 2 രീതിയിൽ പ്രചരിപ്പിച്ച 2 വ്യക്തികളെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുക. ഒന്ന്, എത്യോപ്യക്കാരൻ ഷണ്ടൻ. ഇനി ഇന്നത്തെ ആദ്യവായനയിൽ നമ്മൾ കേട്ടതാണ്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗം 26 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ നമ്മൾ കാണുകയാണ്, ഈ എത്യോപ്യക്കാരൻ
ഷണ്ടൻ. പീലിപ്പോസ് പറഞ്ഞത് വിശ്വസിച്ചു. ഇനി അതിൻ്റെ ഫലമായിട്ട് അവന് ജീവിത സാക്ഷ്യമുണ്ടായി. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ, ജീവിത സാക്ഷ്യം. ഞാൻ സുവിശേഷം സ്വീകരിച്ച വ്യക്തിയാണ്. എൻ്റെ ജീവിതം സുവിശേഷമായി മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജീവിതം കൊണ്ട് നമ്മൾ പ്രഘോഷിക്കുന്നവരായിട്ട് മാറും. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. എല്ലാവരിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 28-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടൊരു കാര്യമുണ്ട്. നിയമജ്ഞരെയും പരിസരെയും പോലെയല്ല, അവൻ പ്രഘോഷിക്കുന്നത് അധികാരമുള്ളവനെ പോലെയാണ്. എവിടെ നിന്നാണ് ഈ അധികാരം വരിക? എപ്പോഴാണ് നമ്മൾ അധികാരമുള്ളവരായി മാറുക? നമ്മൾ ജീവിക്കുന്നത് പ്രഘോഷിക്കുമ്പോൾ. ജീവിത സാക്ഷ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വാഗൊണ്ട് ഒരുപാട് പ്രഘോഷിക്കുന്നില്ലേലും നമ്മൾ സുവിശേഷം പ്രചരിപ്പിക്കുന്നവരായിട്ട് മാറും എന്നുള്ളത് നാം തിരിച്ചറിയണം. ജീവിത സാക്ഷ്യം അതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടത്. മാതാപിതാക്കൾക്ക് ജീവിത സാക്ഷ്യം ഉണ്ടെങ്കിൽ അവരുടെ മക്കളുടെ അടുത്ത് ഒരുപാട് ഉപദേശമായിട്ട് പോകേണ്ട കാര്യമില്ല. ആ മാതാപിതാക്കളിൽ നിന്ന് അവർ കണ്ടുപഠിക്കും. കാരണം അവർക്ക് ജീവിത സാക്ഷ്യം ഉള്ളതുകൊണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വാമൊഴിയ സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു കടമയുണ്ട്. അതാണ് പീലിപ്പോസ് ചെയ്തത്. ഇനി അവന് ദൈവാത്മാവ് ഒരു പ്രേരണ കൊടുത്തു, ഓടാൻ പറഞ്ഞു ഈ ദിശയിലേക്ക്. അവന് ആ ദിക്ക് നോക്കി ഓടി. അവിടെ ചെന്നപ്പോഴാണ് രഥത്തിൽ യാത്ര ചെയ്യുന്ന എത്യോപ്യക്കാരൻ ആ ഷണ്ടനെ കണ്ടത്. ഇനി അവന് അവിടെ ഇരുന്ന് ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുക. പഴയ നിയമം, യേശുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവൻ വായിച്ചുകൊണ്ടിരുന്നത്. പീലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? എവിടെ മനസ്സിലാകാൻ? ആരെങ്കിലും വ്യാഖ്യാനിക്കാനില്ലാതെ എനിക്കെങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? ഉടനെ അവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് രഥത്തെ കയറിയിരുന്ന് അതെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന പീലിപ്പോസിനെ കാണാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് രീതിയിലും സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള കടമയുള്ളവരാണ് ദൈവമക്കൾ. ക്രിസ്ത്യാനികളുടെ ഒരു കടമയാണ് ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുക, വാമൊഴിയ സുവിശേഷം പ്രഘോഷിക്കുക. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും സുവിശേഷം പ്രഘോഷിക്കണം. അതാണ് ജീവിത സാക്ഷ്യം. എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കണം. അത്യാവശ്യത്തിന് വാക്കുകൾ ഉപയോഗിക്കുക, അതാണ് വാമൊഴിയായുള്ള പ്രഘോഷണം. ഇത് രണ്ടും നമുക്ക് നടത്താൻ പറ്റുമെങ്കിൽ രണ്ടും നമ്മൾ ചെയ്യണം. യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ നമുക്ക് ഒരു പ്രസംഗ വേദി വേണമെന്നൊന്നുമില്ല. എനിക്കറിയാവുന്ന ചിലർ യാത്രയിൽ അവർക്ക് ഒരവസരം കിട്ടിയാൽ അവരെ അടുത്തിരിക്കുന്നവരോട് ഈശോയെക്കുറിച്ച് പറയും. ഇനി അങ്ങനെ പറയാനായിട്ട് അവർക്ക് ലജ്ജയോ കാര്യങ്ങളൊന്നുമില്ല. അവരെക്കുറിച്ച് ദൈവപുത്രൻ സ്വർഗത്തിൽ സാക്ഷ്യപ്പെടുത്താതിരിക്കുമോ? അതുകൊണ്ട് ഈ രണ്ട് രീതിയിലും കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ആ ഒരു ദൗത്യം നമ്മളിലും നിക്ഷിപ്തമാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.